ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. നിങ്ങൾ നല്ല ബഡ്ജറ്റ് റേറ്റിൽ ക്വാളിറ്റി ഉള്ള യൂസ്ഡ് ലാപ്ടോപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് നെസ്കോം കമ്പ്യൂട്ടേഴ്സിലാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ദാറുസലാം കോംപ്ലക്സിൽ അല്ല, ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നെസ്കോം കമ്പ്യൂട്ടേഴ്സിൽ ഇന്ന് ഇവിടുത്തെ ഡീറ്റെയിൽസ് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ സൽമാൻ ഉണ്ട്. സൽമാൻ, ഏതൊക്കെ ബ്രാൻഡാണ് ഇപ്പോൾ മെയിൻലി നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ? ഡെല്ല്, HP, ലെനോവ, ഏസർ, ആപ്പിളിന്റെ മാക്. മേജർ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് അല്ലേ? യൂസ്ഡ് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ചെയ്യുന്നത്. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ 1 month ചെക്കിംഗ് വാറണ്ടിയും 2 year വരെ സർവീസ് സപ്പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ ചെറിയൊരു വാറണ്ടിന്റെ സ്കീം ഉണ്ട്. ഓരോ ലാപ്ടോപ്പും ഒരു 3,500 എക്സ്ട്രാ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 year വരെ ഫുൾ വാറണ്ടി കൊടുക്കാൻ പറ്റും. 3,500 എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയത് എടുക്കുന്ന രീതിയിൽ നമുക്ക് 1 year വരെ ഫുൾ വാറണ്ടി. കമ്പനി വാറണ്ടിയിൽ വരുന്ന മാതിരി തന്നെ നമ്മൾ ഷോപ്പ് പ്രൊവൈഡ് ചെയ്യും. അത് എല്ലാ തരത്തിലുള്ള മെക്കാനിക്കൽ സർവീസ് എല്ലാം, ഏതാണെന്നുണ്ടെങ്കിലും ബോർഡ് സർവീസ് ആണെന്നുണ്ടെങ്കിലും ബാറ്ററി ആണെന്നുണ്ടെങ്കിലും കീബോർഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാപരമായിട്ടും 1 year വാറണ്ടി. അതിന് എക്സ്ട്രാ 3,500 EMI ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ? EMI നമുക്ക് ബജാജ് അവൈലബിൾ ആണ്, ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ്. ഓൾറെഡി ബജാജ് അക്കൗണ്ട് ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് പുതിയ ബജാജ് കാർഡ്. നമ്മൾ ഓവറോൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് നോക്കാം. ഏത് റേറ്റ് മുതലാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 10 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10,000 മുതലാണ് സ്റ്റാർട്ടിംഗ്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബിസിനസ് ലാപ്ടോപ്പ് ആണ്. അതായത് IT കമ്പനികളിലൊക്കെ പ്രൊഫഷണൽസ് ഉപയോഗിച്ച് വരുന്ന സിസ്റ്റംസ്. അതായത് ഡെല്ലിൽ ലാറ്റിറ്റ്യൂഡ്, HP ലൈറ്റ് ബുക്ക്, ലെനോവയിൽ തിങ്ക് പാഡ്, ഇങ്ങനത്തെ സീരീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ കൺസ്യൂമർ സീരീസും ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ബിസിനസ് സീരീസിൽ വരുന്നതാണ്. അപ്പോൾ 10,000 സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. ഓരോ മോഡൽസ് ആയിട്ട് നോക്കിയാലോ? റേറ്റിൽ ഉള്ള മോഡൽസ് അല്ല ഈ കാണുന്നൊക്കെ. ഇത് നമുക്ക് i3 ആണ്. i3 ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് സീരീസ് ആണ്. ഡെല്ലിന്റെ 3400 എന്ന മോഡലാണ്. ബിസിനസ് സീരീസ് ആണ്. ഡെല്ലിൽ ലാറ്റിറ്റ്യൂഡ് ഒക്കെ ബിസിനസ് സീരീസ് ആണ്. ഇത് i3 8th ജനറേഷൻ ആണ്. 8GB റാം, 256GB SSD വരുന്നതാണ്. ഇതൊക്കെ നമുക്കൊരു കസ്റ്റമർക്ക് 15 രൂപക്ക് നമുക്ക് കൊടുക്കാം. 15 രൂപക്ക് കൊടുക്കാം. 3,500 എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ 1 year വാറണ്ടി എടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ i3 ഡെല്ലിയിലൊക്കെ ഒരു i3യുടെ നമ്മൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 30-32 രൂപ ഏകദേശം i3 11th 10th റേറ്റ് വരും. പിന്നെ 18,500 കൊടുത്താലും 1 year വാറണ്ടി കിട്ടുമ്പോൾ നമുക്ക് 24/7 യൂസ് ചെയ്യാം. അതാണ് ഈ ബിസിനസ് സീരീസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ബിൽഡ് ക്വാളിറ്റി ആണ് ഏറ്റവും വലിയ. പിന്നെ പോർട്ടബിൾ ആണല്ലോ. എത്ര സൈസ് വരെ? 14 ഇഞ്ച്. ഇതോ? പിന്നെ നമുക്ക് വരുന്നത് i5 6th ലാണ്. i5 6th ഒക്കെ നമുക്ക് 18 രൂപക്ക് കൊടുക്കാം. 18 രൂപ i5 8GB റാം, 256 SSD. ഇതൊക്കെ അതിൽ വരുന്ന സീരീസ്. i5 i3 10th, i3 7th ഒക്കെ വരുന്നുണ്ട്. 20,000 ബിലോ ആയിട്ട് കൊടുക്കാൻ പറ്റിയ മോഡൽസ് ആണ് ഈ കാണുന്നത്. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ലാപ്പ് നോക്കുന്ന സമയത്ത് അവർക്ക് ഓരോ പർപ്പസ് ആയിരിക്കും. അപ്പം സ്റ്റുഡൻസ് ഉണ്ടാവും, ഓഫീസ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവും, എഡിറ്റിംഗ്, കോഡിങ്, അങ്ങനെ പല പർപ്പസ് ആണല്ലോ. അപ്പം എല്ലാ പർപ്പസിനുള്ള ലാപ്ടോപ്പ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഗെയിമിംഗ് ആണെങ്കിലും കോഡിംഗ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റിയ ലാപ്ടോപ്പ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഗെയിമിങ്ങിനൊക്കെ ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ സ്പെക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടില്ല, അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നൊക്കെ ഇതൊക്കെ നമുക്ക് കോഡിങ്ങിനൊക്കെ പറ്റിയ നല്ല ലാപ്ടോപ്പാണ്. i5 8th ജനറേഷൻ വരുന്ന ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 20 രൂപ 21 രൂപ ബഡ്ജറ്റിൽ വരുന്ന സാധനങ്ങളാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് സാധനങ്ങളാണ്. ഒക്കെ ഇമ്പോർട്ടഡ് വരുന്നതാണ്. നല്ല പുതിയ ഒരു ലുക്ക് കിട്ടും. ഇതിന്റെ കൂടെ എന്തെങ്കിലും ഇതിന്റെ ആക്സസറീസ് എന്തെങ്കിലും? നമ്മള് ഒറിജിനൽ അഡാപ്റ്ററും വിത്ത് ഒരു ഹാൻഡ് ബാഗുമാണ് നമ്മൾ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നത്. മൗസ് കീബോർഡ് ഒക്കെ നമ്മൾ വേറെ തന്നെ നമുക്ക് നോക്കാം. അതിന്റെ കൂടെ ചെയ്യാൻ കഴിയാണെങ്കിൽ നമ്മൾ ചെയ്തുതരും. നമ്മളെ വീഡിയോ കണ്ടാരെ വരികയാണെന്നുണ്ടെങ്കിൽ മൗസും കീബോർഡും ക്ലീനിങ് കിറ്റും മൗസ് ബോർഡ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇതൊക്കെ i5 8th ജനറേഷൻ ആണ്. ഫുള്ള് i5 8th ജനറേഷൻ ആണ്. 2022 ഇതൊക്കെ ഇപ്പൊ കുറച്ചുകൂടി പ്രീമിയം മോഡൽസ്. ഇത് കുറച്ച് പ്രീമിയം മോഡൽസ് ആണ്. i5 10th 11th 12th ആ ഒരു സീരീസിലേക്ക് വരുന്നതാണ്. ഇതൊക്കെ i5 ഇത് i7 10th ജെന്നാ. 16GB റാം, 512GB SSD വരുന്നത്. ഇതിപ്പോ നമ്മള് ഒരു ഫ്രഷ് പീസ് ആണെന്നുണ്ടെങ്കിൽ 1 lakh അബോ റേറ്റ് വരും. HP-ന്റെ ലൈറ്റ് ബുക്ക് ആണ്. പ്രീമിയം മോഡൽ, മെറ്റൽ ബോഡി വരുന്ന ടൈപ്പാണ്. നല്ല പ്രീമിയം മോഡൽ, ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. പ്രീമിയം മോഡൽ സാധനം. പുതിയതിന് 1 lakh അബോ വില വരും. നമുക്കിതൊരു 35 രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. 35 രൂപ. 3,500 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 1 year വാറണ്ടി കൊടുക്കാം. ഇപ്പൊ പുതിയത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 1 year വാറണ്ടി ഉണ്ടാവും. ഏറ്റവും ബെറ്റർ തന്നെ. പിന്നെ ഇത് i5 10th ആണ്. ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് സീരീസ്. കസ്റ്റമർക്ക് നമുക്ക് ഒരു 26 രൂപ ലെവലിൽ 10th ജനറേഷൻ
ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പർപ്പസിനും യൂസ് എല്ലാ ചെയ്യാൻ പർപ്പസും കോഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഫോട്ടോഷോപ്പ് ഓട്ടോകാഡ് അങ്ങനത്തെ യൂസിങ്ങിനാണ് എല്ലാത്തിനും എക്സ്ക്ലൂസീവ് ആയിട്ട് ഗെയിമിങ്ങിന് മാത്രമായിട്ടുള്ള ഏതെങ്കിലും ഗെയിമിങ്ങിനായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഐഡിയ മാക്ബുക്കിന്റെ കുറെ കളക്ഷൻ ഡീറ്റെയിൽസ് ഇപ്പം ഗെയിമിങ്ങിന് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞ ഇതിന്റെ സ്പെക്ക് എങ്ങനെ വരാം? AMD Ryzen 5 ആണ്, 8GB RAM, 512GB SSD, RTX 3050 4GB ഗ്രാഫിക്സ് വരുന്ന മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു 38,500 ഇതിന്റെ ഫ്രഷിന് ഏകദേശം ഒരു 60-62 രൂപ റേഞ്ചിൽ എന്തായാലും വരും. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ട മോഡലല്ലേ. പിന്നെ നമുക്ക് ഗെയിമിംഗിൽ തന്നെ വർക്ക് സ്റ്റേഷൻ ആയിട്ട് CPUs അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു 8GB ഗ്രാഫിക്സ് വരുന്ന സെർവറാണ്, 64GB റാമില് ഹെവി മെഷീനാണ്. ഇതിന്റെ സ്പെക്ക് ഞാൻ കൊണ്ടൊക്കെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 32GB ആക്കണേ ആക്കാം, 16GB ആക്കണേ ആക്കാം. കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മോണിറ്ററിലാണ്, ഇത് ബെൻക്യൂന്റെ മോണിറ്ററാണ്. എഡിറ്റിംഗ് പർപ്പസിനുണ്ടോ? എഡിറ്റിംഗ് പർപ്പസിനൊക്കെ മോണിറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് 360 മോണിറ്ററാണ്, നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ സൈഡും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്രേഡിങ്ങിനൊക്കെ ട്രേഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോണിറ്റേഴ്സ് ആണ്. ഈ ലാപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. നമുക്ക് i3 ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ വരുന്ന മോഡലാണ്. i3 11th ജനറേഷൻ ആണ്, 8GB RAM, 512GB SSD. നമുക്കൊരു 18,500 ആ ലെവലിൽ റേറ്റ് വരും. 18,500 അല്ലേ? ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. 18,500. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഒക്കെ എത്രയാണ്? ഫ്രഷിന് ഏകദേശം 35 രൂപ ആ റേഞ്ച് ലെവൽ വരും. ഇപ്പൊ മാക്കിന്റെ ഒരുപാട് കളക്ഷൻ ഇപ്പൊ ഇവിടെ കണ്ട്. ഏതാ ബഡ്ജറ്റ് ഏത് മുതലാണ് അവിടെ സ്റ്റാർട്ടിംഗ്? 20 രൂപ മുതൽ നമുക്ക് 20,000 മുതൽ സ്റ്റാർട്ടിംഗ്. അതൊക്കെ ഇപ്പൊ എത്ര യൂസ് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഒരു 4-5 വർഷം യൂസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് മാക്ബുക്ക് പ്രോ 2015 മോഡലൊക്കെ 20 രൂപ ഇതിപ്പോ 4 വർഷമൊക്കെ യൂസ് ചെയ്യുന്നത് മാക്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമുള്ള കേസായിരിക്കും. നല്ല പെർഫോമൻസും നല്ല കാര്യങ്ങളും ഉണ്ടാവും. ഈ 20,000 പറഞ്ഞ ഏതാ മോഡൽ? ഏതാ? മാക്ബുക്ക് 1502 എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് മാക്ബുക്ക് പ്രോയില് 14 ഇഞ്ചിൽ i7 പ്രൊസസർ വരുന്നതാണ്. i7ല് 16GB RAM, 512GB SSD. ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ കുറച്ച് ഹെവി ആണല്ലോ. എഡിറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നായിരിക്കും. ട്രേഡിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ. എത്ര പ്രൈസ് പറഞ്ഞ? ഇത് ഒരു 38 രൂപ റേഞ്ചിൽ വരും. 38 അല്ലേ? ഇത് നമുക്ക് മാക്ബുക്കിലെ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ ബെറ്റർ സാധനമാണ്. i9 പ്രൊസസർ വരുന്ന സാധനമാണ്. 2019 മോഡല്, 16GB 1TB SSD വരുന്നതാണ്. ഇതിൽ 5.5GB ഗ്രാഫിക്സ് ഉണ്ടാവും. നമുക്ക് കസ്റ്റമർക്ക് ഒരു 53 രൂപക്ക് നമുക്ക് കൊടുക്കാം. എന്തായാലും 1.5 മുകളിൽ 53 രൂപ കേട്ടോ. ഇത് മാക്ബുക്കിലെ എയർ ആണ്, 2019 മോഡലാണ്. M1ന്റെ മുന്നേ ഇറങ്ങിയ സീരീസ് ആണ്. i5ല് 16GB 256 SSD വരുന്ന സാധനമാണ്. ഇത് നമുക്ക് കസ്റ്റമർക്ക് ഒരു 37 രൂപക്ക് കൊടുക്കാം. 37 രൂപ. പിന്നെ മാക്കിന്റെ ഒക്കെ ഇവിടെ സ്റ്റോക്ക് ഉള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ മുകളിൽ ഇപ്പൊ കുറച്ച് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ പരിപാടി? ഇത് യൂസ്ഡ് ആണോ അല്ലെങ്കിൽ യൂസ്ഡ് വരുന്നതാണ്? നമുക്ക് റെന്റിന് കൊടുക്കണം, റെന്റിന് കൊടുക്കാം. റെന്റിനും കൊടുക്കുന്നുണ്ട്. എങ്ങനെ വൺ ഡേ റെന്റ് ഒക്കെ എങ്ങനെ വരാം? വൺ ഡേ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 രൂപ. 500 അല്ലേ? പിന്നെ ഡെസ്ക്ടോപ്പുകൾ നമുക്ക് എല്ലാ തരത്തിലും അവൈലബിൾ ആണ്. അസംബിൾ ചെയ്ത് കൊടുക്കണേ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. പുതിയ തന്നെ 1 ഇയർ വാറണ്ടി. വേൾഡ് കപ്പിന്റെ ടൈമിലൊക്കെ ആയിരിക്കും അധികം നല്ല പോയിട്ടുണ്ട്. യൂസ് ചെയ്യുന്നുണ്ടോ പ്രൊജക്ടർ? ഇതൊക്കെ യൂസ്ഡ് ആണ്. പിന്നെ നമുക്ക് ചെറിയ CPU വരുന്നുണ്ട്. നമുക്ക് ഈ മോണിറ്ററിന്റെ ബാക്കിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വരുന്ന ടൈനി CPU ആണ്. സ്ഥലത്തിന്റെ ഒരു മെനക്കെടേണ്ട ആവശ്യമില്ല. നമുക്ക് മോണിറ്ററിന്റെ ബാക്കിൽ ഒരു വാൾ മൗണ്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ i5 പ്രൊസസർ ആണ്. ഏകദേശം ഒരു 9 രൂപ റേഞ്ചിൽ വരുള്ളൂ. ഇതും നമ്മളെ സാധാരണ CPU എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതിന്റെ പോർട്ടബിലിറ്റി തന്നെയാണോ അതിൽ ഉപയോഗിക്കുന്ന അതേ സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് CPU-കൾ ഇനി പുതിയതായിട്ട് തന്നെ അസംബിൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് കസ്റ്റമർ പറയുന്ന രീതിയിൽ നമുക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഷോപ്പിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ പഴയ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് പുതിയത് വാങ്ങണമെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ്. EMI ഉണ്ട്. പിന്നെ വാറണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് ചെറിയൊരു പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയത് വാങ്ങുന്ന പോലെ തന്നെ വാറണ്ടിയും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് ലാപ്ടോപ്പ് വാങ്ങണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ Instagram ID കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. കാരണം ഒരുപാട് സെക്കൻഡ് ബ്രാഞ്ച് ഉണ്ടല്ലോ, വേറെ ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.